മുന്നേ ഞങ്ങൾ ഈ ഒരു വണ്ടി എടുത്തിരുന്നത് മലപ്പുറം തിരൂരിൽ നിന്നാണ്. KL55 എന്ന് പറഞ്ഞ രജിസ്ട്രേഷനിൽ നിന്നാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. അപ്പം ഇപ്പൊ ഈ ഒരു ഇഷ്യൂ നടക്കുമ്പോഴത്തേക്ക് എല്ലാം അതർ സ്റ്റേറ്റ് വണ്ടികളാണ് കൂടുതലും വരുന്നത്. ശരിക്കും കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത്, അതായത് കർണാടകയിൽ നിന്ന് NOC കിട്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു വണ്ടിയാണ്. ആ വണ്ടിക്ക് ഇങ്ങനെ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അത് നമ്മൾക്ക് ഇപ്പം ഇതിപ്പോ നമ്മൾ 5th ഓണർ ആണ്. ഈ 5 ഓണേഴ്സ് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂലല്ലോ എന്താണ് ഇഷ്യൂ എന്ന്. കർണാടകയിലെ NOC നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. പിന്നെ KL55 രജിസ്റ്റർ ചെയ്തു, അതും നമ്മൾ ചെക്ക് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ശരിക്കും ഇതില് ഈ ഒരു ഇഷ്യൂല് പെട്ടുപോയ സാധാരണക്കാരായ ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം കറന്റ്ലി നമ്മളുടെ വണ്ടി ഉള്ളത് ഗാരേജിലാണ്. ഫുൾ റീസ്റ്റോറേഷന് വേണ്ടി കിടക്കുമായിരുന്നു. അതിൽ ബോഡി വർക്ക്സ് ഫുള്ള് കംപ്ലീറ്റ് ആയി. പിന്നെ മെക്കാനിക്കൽ വർക്ക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഈ മെക്കാനിക്കൽ പാർട്സ് എടുത്തതിന് തന്നെ 2 ലക്ഷം രൂപയായി. വണ്ടി എടുക്കുമ്പോൾ നമുക്ക് 15 lakhs ആണ് ആവുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെക്കാനിക്കൽ പാർട്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് 2 lakhs ആയി. പിന്നെ ബാക്കി ഇവിടുത്തെ എക്സ്പെൻസ്. അപ്പൊ ഇതെല്ലാം നമ്മളെ പോലെയുള്ള ഒരു സാധാരണ, ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. അപ്പം സാധാരണ ആൾക്കാർ ഇത് ബെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്ന ഈ ഒരു വണ്ടിയിലാണ്. ശരിക്കും എനിക്ക് വേറെ ഇപ്പൊ ഈ പറയുന്ന കണക്ക് ഒരു 5-6 വണ്ടികളൊന്നും ഇതുപോലെ ഇല്ല. ഒറ്റ ഒരു വണ്ടിയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഫുൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഭയങ്കര കഷ്ടമാണ്. ഇത്